ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതോസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഫ്രൂട്ടൊക്കെ വെച്ച് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ പിന്നീട് സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നോക്കൂ, ഇത് നല്ലതുപോലെ തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മധുരമുള്ള സാധനങ്ങളിലെല്ലാം കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. അപ്പോൾ അത് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു ഷുഗർ സിറപ്പ് നല്ലതുപോലെ തണുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട്. ഇത് റെഡ് കളറിലുണ്ട്, യെല്ലോ കളറിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 2 കളറിലുള്ള പാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10-20 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുക്കാനായിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഞെട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മുറിക്കരുത് കേട്ടോ. അത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെള്ള പാടയും കൂടി ഇങ്ങോട്ട് പോരും. കറക്റ്റ് ജ്യൂസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു സ്പൂൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മുടെ ജ്യൂസ് എടുക്കാനായിട്ട് പറ്റും അല്ലേ. ഇനി ഇതുപോലെ നാക്കി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളെടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഞാനിത് ഇവിടെ മുഴുവൻ പാഷൻ ഫ്രൂട്ടും ഇതുപോലെ ജ്യൂസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്ക് പെട്ടെന്നൊന്ന് കിട്ടാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. കുരു ഇല്ലാതെ തന്നെ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും. അപ്പം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു കുരു ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മളിതിൽ കുറച്ചും കൂടി ജ്യൂസ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമുക്കിതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുകൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇപ്പം നോക്കൂ, നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ കുരുവൊന്നും അരഞ്ഞു പോയിട്ടില്ല. നമ്മുടെ ജ്യൂസ് മാത്രമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് 3/4 ലിറ്ററോളം ഉണ്ട്. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ഇതാ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണം, ഒട്ടും തന്നെ ചൂടുണ്ടാകാനായിട്ട് പാടില്ല. ഇനി ഇതിന് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന ഈ പാത്രവും നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ടാവണം. ഇനി അതിലേക്ക് തന്നെ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ചെറിയ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ഇതിൽ ചെറിയൊരു സീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതുപോലെ അരിച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടി. ഇനി അത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമല്ലേ നമ്മുടെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കിനി കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു കുപ്പിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി. ഇനി നമുക്കിത് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഗുണങ്ങളുള്ള ഈ ഒരു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് എല്ലാവരും ട്രൈ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റായി രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്